നിലമ്പൂർ മൂത്തേടം പഞ്ചായത്തിലെ പ്രചാരണം. അഡ്വക്കേറ്റ് മോഹൻ ജോർജും കൂട്ടരും BJP അനുഭാവിയായ കണങ്ങാട്ടിൽ മാത്യുവിന്റെ വീട്ടിൽ എത്തിയതാണ്. സൗഹൃദം പുതുക്കി വോട്ട് ചോദിച്ച് വേഗത്തിൽ മടങ്ങാമെന്ന മോഹൻ ജോർജിന്റെ നീക്കം ചെറുതായൊന്നു പാളി. ഒന്ന് പെട്ടു. കുറച്ച് വർഷങ്ങളായാലും ഇവിടെ BJPന്റെ ഞാൻ തന്നെ 1 വർഷം 2 വർഷമായി വീടുകളിൽ കയറിയൊന്നും മറ്റേ ഇടതുപക്ഷം വലതുപക്ഷമൊക്കെ വീടുകളിൽ പോയി വർക്ക് ചെയ്യാതെ നമ്മൾ BJP എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ കിട്ടില്ല. മാത്യു ചേട്ടന് സ്ഥാനാർത്ഥിയോടും നേതാക്കളോടും ചിലത് പറയാനുണ്ട്. ഓരോ വോട്ടും വിലപ്പെട്ടതാണല്ലോ, അതിനാൽ സ്ഥാനാർത്ഥി ഇരുന്ന് കേട്ടു. നമ്മുടെ ആൾക്കാരെ വീട്ടുകാരനെ എന്നെ അടച്ചിരിക്കേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. കയ്യെ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇറങ്ങാൻ കഴിയാതെ നിങ്ങൾ എന്തെങ്കിലും വന്ന് 2 ദിവസം വന്ന് വോട്ട് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നേതാക്കന്മാരൊക്കെ പറഞ്ഞു പോയിട്ട് ഒരു കാര്യമല്ല. നമ്മുടെ സാധാരണയുള്ള വീട് അറിയാം. അവരുടെ 10 മിനിറ്റ് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാനും നമുക്ക് പറയാനും സാധിക്കണം. നമ്മുടെ ഇപ്പോൾ പ്രധാനമന്ത്രിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വോട്ടുറപ്പിക്കാൻ എളുപ്പപ്പണി നടക്കില്ലെന്നും ചിട്ടയായ പ്രവർത്തനം വേണമെന്നുമായിരുന്നു മാത്യു പറഞ്ഞതിന്റെ ആകെത്തുക. ഒടുവിൽ എല്ലാം റെഡിയാക്കാമെന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ ഉറപ്പ്. വേണ്ടത് ചെയ്യാമെന്ന് ഒപ്പമുള്ളവരും. ഒരു ഇലക്ഷൻ വരുമ്പോൾ തലേദിവസം വന്ന് അല്ലെങ്കിൽ തലേന്റെ പേര് തലയാഴ്ച വന്നുകൊണ്ട് 4 വീട് കയറി നമ്മളെ വായിക്കോട്ട് വോട്ട് ചെയ്യാറ്. സ്ഥിരമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനം വേണമെന്നൊക്കെ ആത്മാർത്ഥയോട് പറഞ്ഞാണ് ഞങ്ങൾ ചെയ്യും. പ്രചാരണ രംഗത്ത് പാർട്ടി നേതാക്കൾ കുറവാണെന്ന ആക്ഷേപമുണ്ടല്ലോ എന്ന ചോദ്യത്തിനും മാതൃഭൂമി ന്യൂസിനോട് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. പക്ഷേ നേതാക്കളുടെ പേര് പറഞ്ഞപ്പോൾ ചെറുതായൊന്നു പാളി. അതൊക്കെ വെറുതെ ഊഹാപോഹങ്ങളാണ്. ഞാൻ നോമിനേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ഇടതുഭാഗത്ത് രാഹുൽജിയും അതേപോലെ തന്നെ വലതുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖറുമായിരുന്നു. അവർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരല്ലേ. രാഹുൽജി തുഷാർജി സോറി. ക്യാമറമാൻ ബിനു പാവമ്പയ്ക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.